വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 49-50 വാക്യങ്ങൾ. യോഹന്നാൻ പറഞ്ഞു, ഗുരു, നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു. യേശു പറഞ്ഞു, അവനെ തടയണ്ട, എന്തെന്നാൽ നിങ്ങൾക്കെതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്. യേശു ആരാണ് തൻ്റെ ശിഷ്യൻ എന്ന് വിശദീകരിച്ച ശേഷം ശിഷ്യത്വത്തെക്കുറിച്ചുള്ള ശിഷ്യരുടെ തെറ്റിദ്ധാരണ നീക്കിക്കളയുന്ന ഒരു തിരുവചന ഭാഗമാണിത്. തന്നെ അനുഗമിക്കുന്നവർ ഏത് തരക്കാര് ആയിരിക്കണമെന്ന് യേശു വിശദീകരിച്ചു. ഈ പ്രബോധനങ്ങൾ കേട്ട ശേഷം ശിഷ്യന്മാർ ഒരു തെറ്റിദ്ധാരണയിൽ ഉൾപ്പെടുകയാണ്. അതായത്, ശിഷ്യത്വം തങ്ങൾക്ക് യോജിച്ചതാണ്, അല്ലെങ്കിൽ അവരുടെ യോഗ്യത കൊണ്ട് ലഭിച്ചതാണ് എന്ന ഒരു തെറ്റിദ്ധാരണ. തങ്ങൾ മാത്രമാണ് ശിഷ്യന്മാർ എന്ന തെറ്റിദ്ധാരണ. ഈ തെറ്റിദ്ധാരണകൾ തിരുത്തുകയാണ് യേശുവിൻ്റെ ഈ വാക്കുകൾ. യേശു തിരഞ്ഞെടുത്തവരാണ് ശിഷ്യരെന്നും യേശുവിനോടൊപ്പം ജീവിക്കുകയും യേശുവിൻ്റെ പ്രബോധനങ്ങളും ദരിദ്രർക്ക് നൽകിയ ശുശ്രൂഷകളും നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്തവരാണ് ഈ ശിഷ്യന്മാർ. അക്കാര്യത്തിൽ സംശയമില്ല. അവർക്ക് തങ്ങളുടെ ആത്മാർത്ഥതയ്ക്ക് ചേരുന്ന പ്രതിഫലം ലഭിക്കുമെന്നതും സത്യമാണ്. എന്നാൽ ഈ കാരണത്താൽ മറ്റാരും യേശുവിൻ്റെ ശിഷ്യഗണത്തിൽ വരുവാൻ പാടില്ല എന്ന് ശിഷ്യന്മാർ ചിന്തിക്കുവാൻ പാടില്ല. യേശുവിന് ആര് വേണമെങ്കിലും തൻ്റെ ശിഷ്യത്വത്തിലേക്ക് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. യേശുവിന് തനിക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ചു ചേർക്കാം. തനിക്ക് ഇഷ്ടമുള്ളവരെയാണല്ലോ യേശു ശിഷ്യഗണത്തിലേക്ക് ചേർത്തത്. അപ്പോൾ ഞാനും ശിഷ്യത്വത്തിലേക്ക് വന്നത് എൻ്റെ യോഗ്യത കൊണ്ടല്ല. ഞാൻ വന്നത് കാരണം ഇനി ഞാൻ മാത്രമേ ശിഷ്യനായിരിക്കാൻ പാടുള്ളൂ എന്നില്ല. യേശുവിന് ഇഷ്ടമുള്ള ആരെ വേണമെങ്കിലും യേശു ശിഷ്യഗണത്തിലേക്ക് ചേർക്കും. അങ്ങനെ യേശു ചേർക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും യേശു സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുവാനും ഉള്ള ഒരു ഹൃദയ സ്വാതന്ത്ര്യത്തിലേക്ക് ശിഷ്യന്മാർ വളരേണ്ടിയിരിക്കുന്നു. ആദ്യം വിളിച്ചു ചേർക്കപ്പെട്ടതുകൊണ്ടോ യേശുവിനോട് ചേർന്ന് നിന്നതുകൊണ്ടോ ഒന്നും അവർ കൂടുതൽ ശിഷ്യത്വത്തിൽ കൂടുതൽ യോഗ്യത നേടുന്നില്ല. ആരും ശിഷ്യരാകുവാൻ യോഗ്യരല്ല. യേശു ഔദാര്യപൂർവ്വം വിളിച്ചു ചേർക്കുന്നവരാണ് ശിഷ്യർ. യേശുവിന് ആരെ വേണമെങ്കിലും ഔദാര്യപൂർവ്വം വിളിച്ചു ചേർക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. യേശു വിളിച്ചു ചേർക്കുന്നവരെ, യേശു ശിഷ്യരായി കണക്കാക്കുന്നവരെ ശിഷ്യഗണത്തിലേക്ക് സ്വീകരിക്കുവാനും മനസ്സുകൊണ്ട് അവരെ അംഗീകരിക്കുവാനും അവരെ സ്വാഗതം ചെയ്യുവാനും നമുക്ക് ഹൃദയ വിശാലത ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നാം യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യരാകുന്നത്.